നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മേന്റെ കാണാൻ കൊതിയായിട്ട് വയ്യായിരുന്നു. അമ്മേന്റെക്കും കാണാൻ കൊതിയായിരുന്നു, എന്നാ വരാൻ പറ്റിയില്ല, വലിയ തിരക്കായിരുന്നു. എനിക്കറിയാം അമ്മേന്റെ, അച്ഛൻ എന്നോട് എല്ലാം പറഞ്ഞു. അല്ല, എന്തായി വർക്കുകള്, ഡിസൈൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞോ? നന്ദിത ഡിസൈൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സാറ് കൂടി ഒന്ന് കാണണം. സാറിന്റെ കൂടി ഒപ്പീനിയൻ അറിയാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, നന്നായിരിക്കും. നന്ദിതയുടെ ഡിസൈൻസ് ഒന്നും മോശം വഴിയില്ല. അതെ, അമ്മേന്റെ ഡിസൈൻസ് നന്നായിരിക്കും, എനിക്ക് നല്ല ഉറപ്പാ. ആണോ? എന്നാ അച്ഛനോട് ഒന്ന് കാണാൻ പറ. വിമലെ, ആ ഡിസൈൻസ് ഒക്കെ ഒന്ന് കാണിച്ചു. വരൂ സർ. നന്നായിട്ടുണ്ട് നന്ദ. ഞാൻ പ്രതീക്ഷിച്ചതിനും മേലെയാണ് നന്ദിതയുടെ ഡിസൈൻസ്. ഇത് അവർക്ക് ഇഷ്ടപ്പെടും. ഉറപ്പായിട്ടും ഈ ഷേസ് കമ്പനിയുടെ ഓർഡർ നമുക്ക് തന്നെ കിട്ടും. പിന്നെ എന്റെ അടുത്ത് പറഞ്ഞ പോലെ ഇതൊന്ന് പ്രസന്റ് ചെയ്യണം. അതെല്ലാം നന്ദിത ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യും സർ. ഓർഡർ കിട്ടുവോ കിട്ടാതിരിക്കോ ചെയ്യട്ടെ, അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിരിക്കും. നമ്മള് ചെയ്യുന്ന വർക്കുകൾ ആത്മാർത്ഥമാണ് ചെയ്യുന്നെങ്കിൽ അതിന് ഒരു റിസൾട്ട് ഉണ്ടാവും, നല്ല റിസൾട്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ അവർക്കും ഇഷ്ടപ്പെടും, തീർച്ചയാണ്. അമ്മേന്റെ ഒത്തിരി കാശ് കിട്ടുമെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ കൊറേ കാശ് കിട്ടപ്പോ അമ്മേന്റെ എനിക്ക് എന്ത് വാങ്ങിത്തരും? ഓ, വാങ്ങിച്ചു തരാം. വലിയൊരു ആന, നല്ല വലിയ കൊമ്പുകളുള്ള നീണ്ട തുമ്പിക്കൈയുള്ള വലിയൊരു ആന. നീയേ പെട്ടെന്നുള്ള തോന്നല് എടുത്തിയാടി ഒരു തീരുമാനം എടുക്കരുത്. നിന്റെ അമ്മയെ പോലെ തന്നെ എനിക്കും ഇപ്പോ നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊരു പേടി തോന്നി തുടങ്ങി. എന്നെ പേടിക്കേണ്ടത് അച്ഛനും അമ്മയും അല്ലല്ലോ, ശരണ്യല്ലേ. ഞാൻ പ്രതീക്ഷിച്ചതല്ല മോളെ നടന്നത്. ഞങ്ങൾ തമ്മിലുള്ള ബിസിനസ് പാർട്ണർഷിപ്പ് ഡീലിലേക്ക് അവൾ വന്ന് ചാടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വക്കീലിന്റെ അധികാരത്തില് നിയമത്തിന്റെ പിൻബലം കാണിച്ചതാ അവള്. നിയമത്തിന്റെ പിൻബലം കിട്ടണമെങ്കിൽ നാവെടുത്ത് വാദിക്കണ്ടേ അവള്? അരിഞ്ഞ എനിക്കെതിരെ ഉയർത്താൻ നാവുണ്ടാവില്ല അവൾക്ക്. ഈ തോന്നലൊക്കെ നിനക്കുണ്ടാവൂന്ന് ഊഹിച്ച് തന്നെയാ ഞാൻ പറഞ്ഞത്. പെട്ടെന്നുള്ള വികാരത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടെന്ന്. നമുക്ക് ആലോചിച്ചൊരു തീരുമാനത്തിലെത്താം. ആലോചിക്കാനൊന്നുമില്ല. ആദ്യം അവൾ എന്റെ ജീവിതം തട്ടിപ്പറിച്ചെടുത്തു. ഞാൻ മോഹിച്ച നന്ദനെ അവളെ സ്വന്തമാക്കി. ഇപ്പൊ എനിക്ക് കിട്ടേണ്ട അധികാരങ്ങളും അവകാശങ്ങളും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഇല്ലാതാവുന്നതല്ലോ അച്ഛന്റെ സ്വത്തുവകകൾ. എല്ലാം നിനക്കുള്ളതല്ലേ? അതെ, നമ്മുടെ സ്വത്തൊന്നും പോയില്ലല്ലോ. പിടിച്ചു പറിക്കാനും ആരും വന്നില്ല. മിണ്ടി പോരുത്. എന്റെ അച്ഛന്റെ ബിസിനസ്സില് ഓഫീസ് കാര്യങ്ങൾ നോക്കുന്ന പാർട്ട്ണർ ആവാനാ ഞാൻ പോയത്. ശരണ്യക്ക് എന്താ കാര്യം അതിൽ ഇടപെടാൻ? അത് അവളോട് ചോദിക്കണം. എന്റെ നാവ് കേട്ടിട്ട് എന്താ കാര്യം? അവളോട് ഞാൻ ചോദിക്കും, കണക്ക് തീർത്ത് ചോദിക്കും. ഇനി അത് നാവ് കൊണ്ടൊന്നുമല്ല, നാവ് അരിഞ്ഞുകൊണ്ട് കൊടുക്കും ഞാൻ അവൾക്ക് കൊട്ടേഷൻ. കയ്യും കാലും നാവും അരിഞ്ഞു വീഴ്ത്താൻ കയ്യുക്കുള്ളവന് കൊട്ടേഷൻ കൊടുക്കും ഞാൻ. അതും നടന്നില്ലെങ്കിൽ അമ്മ നോക്കിക്കോ, കൈക്കോടാലിക്ക് വെട്ടി അരിയും ഞാൻ അവളെ. രവിയേട്ടാ, ഇതെന്തൊക്കെയാ ഈ പെണ്ണ് പറയുന്നേ? ഭ്രാന്ത്. മുൻപ് അമ്മ എന്നോട് ചോദിച്ചിട്ടില്ലേ എനിക്ക് ഭ്രാന്താണോന്ന്? അതെ, ശരണ്യയുടെ കാര്യത്തില് അവളെ കുറിച്ച് ചിന്തിക്കുമ്പോ മുതൽ എനിക്ക് മുഴുവൻ ഭ്രാന്താ.
ഇത്രയും കാലം അവളെ ജീവിക്കാൻ വിട്ടതാ എന്റെ തെറ്റ്. കൊല്ലും ഞാൻ അവളെ. നിവർത്തി കേട്ടാ കൊന്ന് കൊല വിളിക്കും ഞാൻ. മോളെ രവിയേട്ടാ, പറഞ്ഞതുപോലെ ചെയ്യുന്ന പെണ്ണ അവള്. ഒരേ ഒരു മോളേ ഉള്ളൂ. അവളെ നഷ്ടപ്പെടും നമുക്ക്. എനിക്ക് പേടിയാവുക. പേടിക്കൊന്നും വേണ്ട. ആർക്കായാലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടന്നത്. അവള് വിഷമങ്ങളൊക്കെ പറഞ്ഞു തീർക്കട്ടെ. കുറെ കഴിയുമ്പോ മനസ്സ് ശാന്തവും. അപ്പോ അവള് തന്നെ ഈ തീരുമാനത്തിൽ നിന്നൊക്കെ പിന്മാറും. അത് പക്ഷെ സ്വന്തം ജീവിതം കളഞ്ഞുകൊണ്ടായിരിക്കില്ല. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത പെണ്ണല്ല നമ്മുടെ മോള്. പക്ഷേ ശരണ്യയുടെ ജീവിതം ഇല്ലാതാക്കും. നന്ദ, ഇതൊരു തമാശയല്ല, ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നീയും ദിയുടെ അച്ഛനും കൂടി ഇവിടെ വന്ന് പറഞ്ഞത് അതെനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എത്രമാത്രം സ്വാതന്ത്ര്യം എടുക്കാമെന്ന് എനിക്കറിയില്ലല്ലോ. എന്നാലും ഞാൻ പറഞ്ഞു വെച്ചു. നീ എന്താ ശരണ്യ പറഞ്ഞു വരുന്നത്? വേറൊന്നും അല്ല നന്ദ, ഈ രണ്ടുപേരുടെയും പാർട്ട്ണർഷിപ്പിനകത്ത് മൂന്നാമതൊരാള് സൈലന്റ് പാർട്ട്ണറായിട്ട് വരുന്നു. അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അത് രവിചന്ദ്രന്റെ മകളാണ്, ദിയ രവിചന്ദ്രൻ. അപ്പോ സ്വാഭാവികമായിട്ടും അവർക്ക് പ്രയോറിറ്റി കൂടി. ഇവിടെ അച്ഛൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നാളെ ഈ ഉണ്ടാക്കി വെച്ച മുതൽ മുഴുവൻ കൈക്കലാക്കാനുള്ള സാധ്യത രവിചന്ദ്രന്റെ ഭാഗത്തുനിന്നും കാണുന്നുണ്ട്. അതിന് വഴിമരുന്നിട്ട് വെച്ചത് ദിയ തന്നെ ആയിരിക്കണം. നന്ദ, ഇത് ഓട്ടോമാറ്റിക്കലി 3 പാർട്ട്ണർഷിപ്പായിട്ട് പോവും. അതായത് മേജർ ക്യാപിറ്റൽ ഫണ്ട് അവരുടേതായിട്ട് മാറും. ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അച്ഛൻ തീരുമാനിച്ച എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്തെങ്കിലുമൊക്കെ ചെയ്യണം നന്ദ. വേറൊന്നുമല്ല, നമ്മളിവിടെ ഒച്ചപ്പാടുണ്ടാക്കും, വഴക്കുണ്ടാക്കും. ചിലപ്പോ എന്നെ ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ ഇത് നമ്മുടെ സ്വത്താ. നന്ദന്റെ അച്ഛൻ എന്തുണ്ടാക്കിയാലും അത് നന്ദനും അഞ്ജിതയ്ക്കുള്ളതല്ലേ. ഇനി എന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ട് നന്ദനൊന്നും തന്നില്ലെന്നിരിക്കും. വേണ്ട, നമുക്കതൊന്നും ആഗ്രഹമില്ല. അഞ്ജിതയ്ക്കെങ്കിലും കിട്ടുമല്ലോ. നമ്മുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾ തട്ടിപ്പറിക്കുന്നത് എന്തിനാ നന്ദ? കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ രൂപയ്ക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട്, മൂല്യമുണ്ട്. അത് കളയരുത്. നമുക്ക് വേണ്ടെന്നേ. ഞാൻ പറഞ്ഞില്ലേ, സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ നന്ദന് കഴിയും. നന്ദ, ഈ പ്രാക്ടീസ് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ഓഫീസ് ഇട്ടാൽ എനിക്കും കിട്ടും എന്തെങ്കിലും. വക്കീലെന്ന് പറയുന്നത് വലിയ സംഭവമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും, അത് മതി നമുക്ക്. പക്ഷേ ഈ രവിചന്ദ്രന്റെയും ദിയയുടെയും ഈ നീക്കം അച്ഛനെ തകർക്കാനാ. എന്തൊക്കെ ഇഷ്ടക്കുറവുണ്ടായാലും അച്ഛന്റെ ബിസിനസ് തകരുന്നത് നന്ദന് സഹിക്കാൻ പറ്റോ? അച്ഛനെന്നല്ല, കുടുംബത്തിൽ എല്ലാരും നന്നായിരിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. ആ ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ ബിസിനസ് നന്നായിട്ട് പോട്ടെ, എല്ലാവരും നന്നായിട്ടിരിക്കണം.